ഹായ് ഗൈസ്, എൻ്റെ പേര് ഭാഗ്യശ്രീ എന്നാണ്. അപ്പോൾ ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷണൽ വീഡിയോസ് തരിക എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അതായിരിക്കും കിട്ടുന്നുണ്ടാവുക. എനിക്ക് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ കഴിയുന്ന ഒരു സഹായം കുട്ടികൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിക്കാണ്. എനിക്ക് ആകെ അറിയുന്ന ജോലി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സഹായം ആയിക്കോട്ടെ എന്ന രീതിക്കാണ് ഞാൻ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം, കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് 10th നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. 10th കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ക്ലാസ്സിലേക്ക് വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതലും സയൻസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ബേസിക്കലി കെമിസ്ട്രിയാണ്. അപ്പോൾ ഞാൻ കെമിസ്ട്രി വെച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കണം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ കെമിസ്ട്രി വെച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ 10th ഫസ്റ്റ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതാണ് ചാപ്റ്റർ എന്നുള്ളത്. എന്താ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? പീരിയോഡിക് ടേബിൾ അല്ലേ? പീരിയോഡിക് ടേബിളിൻ്റെ ചാപ്റ്ററാണ് ആൻഡ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം 10ലേക്കല്ല വരുന്നത്. നമുക്കറിയാം നമ്മൾ ഇതിൻ്റെ ബേസ് എവിടെ പഠിച്ചിട്ടുണ്ട്? 9th പഠിച്ചിട്ടുണ്ട് അല്ലേ? ആണോ അല്ലയോ? നമ്മുടെ 9th ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അതാണ് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ 10ലേക്ക് എത്തേണ്ടത്. അപ്പോൾ അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ആദ്യം പഠിച്ചിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അല്ലാതെ നേരിട്ട് അങ്ങോട്ട് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പോഴാണ് നമുക്കത് കിട്ടാതെ വരിക. അതെന്താ അത് മനസ്സിലാവാത്തത്? അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് 9th കുറച്ച് ബേസ് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് 10th വരാം. കുറേ പേർക്ക് ഇത് അറിയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്നത് ഏറ്റവും ഒന്നും അറിയാത്ത കുട്ടികളുണ്ടാവും അല്ലേ? 9th പഠിക്കാതെ പറ്റാതെ പോയ കുറേ കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു റിവിഷനും ആവും. പിന്നെ 10th വരുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ സമയം കളയില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ 9th ചാപ്റ്റർ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്തായിരുന്നു? സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആണല്ലേ. അവിടെ നമ്മൾ കൂടുതലായിട്ട് എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ഒന്നും പറയാനില്ല. ആരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആറ്റം. നമ്മുടെ താരം ആരായിരുന്നു? ആറ്റം അല്ലേ നമ്മുടെ താരം അവിടുത്തെ? അതെ, ആറ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ആദ്യം ആറ്റത്തെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് ഒരു തിയറിയൊക്കെ നമുക്ക് തന്നതായിട്ട് ഓർക്കുന്നുണ്ടെങ്കിൽ എന്താ തിയറിയുടെ പേര്? അറ്റോമിക് തിയറി അല്ലേ? ആരാ അറ്റോമിക് തിയറിയൊക്കെ നമുക്ക് തന്നത്? ആരാ പറഞ്ഞു തന്നത്? ഡാൽട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ആരും മറക്കാൻ ചാൻസ് ഇല്ല അല്ലേ? ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ടീച്ചർ തന്നെ ഒരുപാട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഡാൽട്ടൺ അല്ലേ? അപ്പോൾ ഡാൽട്ടൺ ആണ് ആദ്യമായിട്ട് ആറ്റത്തെ കുറിച്ചിട്ട് സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഡാൽട്ടൺ ആണ്. അതിൽ ഡാൽട്ടൺ ഒരു കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആറ്റം എന്ന് പറയുന്നത് എങ്ങനത്തെ പാർട്ടിക്കിളാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇൻഡിവിസിബിൾ പാർട്ടിക്കിളാണ്. ശരിയാണോ? ഇൻഡിവിസിബിൾ പാർട്ടിക്കിളാണ്. നമുക്കറിയാം നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അത്ര കുഞ്ഞൊരു പാർട്ടിക്കിളാണ് അല്ലേ ആറ്റം എന്ന് പറയുന്നത്. അതല്ലേ ഏറ്റവും ബേസ് എന്ന് പറയുന്ന സാധനം അതല്ലേ? മാറ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോമാണ് എന്ത്? ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡാൽട്ടൺ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ്? ഇത് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതൊരു ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിളാണ് എന്നൊക്കെയാണ് നമുക്ക് ഡാൽട്ടൺ നമുക്ക് പറഞ്ഞു തന്നത് ആറ്റത്തെ കുറിച്ചിട്ട്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? അത് പിന്നീട് മാറിയില്ലേ? പിന്നീട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ വന്നു. അവരെന്ത് ചെയ്തു? അവർ പ്രൂവ് ചെയ്തു എന്താണ്? അല്ല, ആറ്റം ഇൻഡിവിസിബിൾ അല്ല, ആറ്റത്തെ നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ തെളിയിച്ചു തന്നു അല്ലേ. അങ്ങനെ ആറ്റത്തിൽ ആരൊക്കെയുണ്ട്? 3 പാർട്ടിക്കിളും കൂടി ഉണ്ട് എന്നുള്ളത് അവർ പറഞ്ഞു തന്നു. ഏതൊക്കെയായിരുന്നു ആ പാർട്ടിക്കിൾ? ഓർക്കുണ്ടോ നിങ്ങൾ? ഏതൊക്കെയായിരുന്നു? പ്രോട്ടോൺ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണോ അല്ലേ? ഏത് ചാർജാണ് പ്രോട്ടോണിൻ്റെ? പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനാണ് പ്രോട്ടോൺ എന്ന് വിളിക്കുന്നത്. പിന്നെ അതേപോലെ ആരുണ്ട്? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? ഓർമ്മയുണ്ട് അവരുടെ പേര്? എന്തായിരുന്നു അത്? ഇലക്ട്രോൺസ് എന്ന് പേരുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട് അല്ലേ? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇനി അതേപോലെ പിന്നെ ആരാളുള്ളത്? ന്യൂട്രോൺസ് പറഞ്ഞാൽ ഏത് ചാർജ് ഉണ്ടോ ന്യൂട്രോൺസിന്? ഇല്ല. ന്യൂട്രോൺസിന്റെ ചാർജ് എന്താണ്? 0 ആണ് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബേസ് ആയിട്ട് നമുക്ക് അറിയേണ്ടതാണ്. അപ്പോൾ ആറ്റം പഠിച്ചു. നമുക്ക് അറ്റോമിക് തിയറി പറഞ്ഞെന്ന ആരാണ്? ഡാൽട്ടൺ ആണെന്ന് പഠിച്ചു. ഇനി ആറ്റത്തെ ആദ്യം ഡാൽട്ടൺ പറഞ്ഞെന്താണ്? ആറ്റം ഇസ് ആൻ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് തെളിഞ്ഞു എന്താണ്? ആറ്റം ഇൻഡിവിസിബിൾ അല്ല, ഡിവിസിബിൾ ആണ്. ആറ്റത്തെ നമുക്ക് ഇനിയും ഡിവൈഡ് ചെയ്യാം. അതിലെന്താണ്? കുറച്ച് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അതിൻ്റെ ചാർജസ് നമ്മൾ പഠിച്ചു. പ്രോട്ടോൺ പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, ന്യൂട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളാണ് എന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് ഇനി അടുത്ത നമ്മുടെ ഡൗട്ട് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ഈ ആറ്റം കാണാൻ വേണ്ടിയിട്ട്? എന്തായിരിക്കും ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ അല്ലേ? അതായിരിക്കില്ല നമ്മുടെ അടുത്ത ഡൗട്ട്. അതെ, എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും ഈ ആറ്റത്തിൻ്റെ
സ്ട്രക്ചർ എന്നുള്ളതായിരുന്നു അവർ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ കുറച്ച് എന്ത് പഠിച്ചു? ഒരുപാട് സയൻറ്റിസ്റ്റ് ഇതിനെക്കുറിച്ചിട്ട് വീണ്ടും ചർച്ചകൾ നടത്തി, അവർ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി. അങ്ങനെ അവർ എന്ത് കൊണ്ടുവന്നു? സ്ട്രക്ചേഴ്സ് കൊണ്ടുവന്നു അല്ലേ. അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പറഞ്ഞിരുന്ന സ്ട്രക്ചർ ആരാണ്? ജെ തോംസൻ്റെ. ഓർക്കുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. ജെ തോംസൺ നമ്മൾ മറക്കില്ല. ജെ തോംസൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ പേരുണ്ട് അല്ലേ. ആറ്റത്തിൻ്റെ മോഡലിൻ്റെ പേരെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഓർക്കുണ്ടോ? എന്താണ്? പ്ലം പുഡിംഗ് മോഡൽ. എന്താണ്? പ്ലം പുഡിംഗ് മോഡൽ. അല്ലെങ്കിൽ നമ്മൾ എന്താ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നത്? വാട്ടർമെലോൺ മോഡൽ അല്ലേ. വാട്ടർമെലോൺ മോഡൽ അഥവാ പ്ലം പുഡിംഗ് മോഡൽ. അതിലെന്താ അദ്ദേഹം പറഞ്ഞിട്ടാണെന്ന് ഓർക്കേണ്ടത് നിങ്ങൾ? ഒരു തണ്ണിമത്തനൊക്കെ ആയിട്ടാണ് ഉപമിക്കുന്നത് അല്ലേ. ഒരു തണ്ണിമത്തനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആ തണ്ണിമത്തനെ മുറിച്ച് കഴിഞ്ഞുള്ള ആ ഒരു റെഡ് പാർട്ട് കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജുകളാണ് ഇല്ലേ. ഇനി അതിലൊക്കെ എന്താണ്? കുരുക്കളുണ്ടല്ലേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്താണ്? ആ ബ്ലാക്ക് സീഡ്സിനെ എന്താ പറയുന്നത്? അതെന്താണ്? നമ്മുടെ ഇലക്ട്രോൺസ് ആണ്. ആ ഒരു റെഡ് സർഫസിൽ ഇലക്ട്രോൺസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? എംബഡ് ചെയ്ത് വെച്ചിരിക്കുക എന്നാണ് പറയുന്നത് അല്ലേ. അതല്ലേ നമ്മുടെ ജെ തോംസൺ പറഞ്ഞ മോഡൽ. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിച്ചു? അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു അല്ലേ. എന്തൊക്കെയോ കാരണങ്ങളല്ല, അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്നറിയാം. അത് കഴിഞ്ഞപ്പോൾ ദേ വന്നു നമ്മുടെ അടുത്ത സയൻറ്റിസ്റ്റ്. ആരായിരുന്നു നമ്മുടെ അടുത്ത സയൻറ്റിസ്റ്റ്? റൂദർഫോർഡ് അല്ലേ. എല്ലാവർക്കും അറിയാം അല്ലേ. ഏണസ്റ്റ് റൂദർഫോർഡ്. അദ്ദേഹത്തിൻ്റെ ആ ഫേമസ് എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഓർമ്മ വരുന്നുണ്ടോ ഇപ്പോൾ പഠിച്ചതൊക്കെ? ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആരാ നടത്തിയിട്ടുണ്ടായിരുന്നത്? റൂദർഫോർഡ് ആണ്. എന്നിട്ട് അതിലൂടെ അദ്ദേഹം ഒരു മോഡൽ നമുക്ക് തന്നു അല്ലേ. ആ മോഡലിന്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു നമ്മുടെ ആറ്റത്തിന് എന്ത് മോഡലാണ്? ന്യൂക്ലിയർ മോഡലാണെന്ന് പറഞ്ഞു. എന്ത് മോഡലാണ്? ന്യൂക്ലിയർ മോഡൽ. മക്കളെ, എന്താ ഈ ന്യൂക്ലിയർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? അദ്ദേഹം എന്തുമായിട്ടാണ് നമ്മുടെ മോഡലിനെ ആറ്റത്തെ ഉപമിച്ചത്? എന്തുമായിട്ടാണ്? നമ്മുടെ സോളാർ സിസ്റ്റമായിട്ടാണ് ഉപമിച്ചത്. ശരിയാണോ? നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ആരുണ്ട്? സെൻറ്ററിൽ ഒരു സണ്ണുണ്ട് അല്ലേ. ആ സണ്ണ് പോലെയാണ് എന്ത്? ആ സണ്ണ് പോലെ നമ്മുടെ ആറ്റത്തിനും സെൻറ്ററിൽ എന്ത് ഉണ്ട് എന്നാണ് പറയുന്നത്? ന്യൂക്ലിയസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം എന്താ അദ്ദേഹം പറഞ്ഞത്? നമുക്ക് ഓർബിറ്റ്സ് ഉണ്ട്. നമ്മുടെ സോളാർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ എന്താണ്? ചുറ്റും ഇങ്ങനെ ഓർബിറ്റ്സ് ഉണ്ട്. ആ ഓർബിറ്റ്സിലാണ് നമ്മുടെ പ്ലാനറ്റ്സ് ചുറ്റുന്നത് അല്ലേ. സണ്ണിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ സെൻറ്ററിൽ സണ്ണിന് പകരം ഇവിടെ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അതേപോലെ ഓർബിറ്റ്സും ഉണ്ട്. ആറ്റത്തിന് ചുറ്റും ഒരുപാട് ഓർബിറ്റ്സ് ഉണ്ട്. ആ ഓർബിറ്റ്സിൽ ആരാ കറങ്ങുന്നത്? പ്ലാനറ്റ്സ് അല്ല കറങ്ങുന്നത്. പകരം ആരാ കറങ്ങുന്നത്? ഇതിൽ കറങ്ങുന്നതാണ് നമ്മുടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇതായിരുന്നു റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ എന്ന് പറഞ്ഞത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം അല്ലേ. ഇനി അതിനുശേഷം എന്താണ്? റൂദർഫോർഡിലും എന്തൊക്കെയോ കുറച്ച് ലിമിറ്റേഷൻസ് വന്നപ്പോൾ വീണ്ടും ഒരു പുതിയ സയന്റിസ്റ്റ് വരികയാണ്. ആ സയന്റിസ്റ്റിന്റെ പേരെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ബോർ മോഡൽ അല്ലേ. നീൽസ് ബോർ അല്ലേ. ബോർസ് മോഡൽ ഓഫ് ആറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ബോർസ് മോഡൽ എങ്ങനെ തന്നെയാണ്? റൂദർഫോർഡിന്റെ മോഡൽ തന്നെയാണ്. എന്താ വ്യത്യാസം? കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തു അല്ലേ. റൂദർഫോർഡിന് പറയാൻ പറ്റാത്ത തെളിയിക്കാൻ പറ്റാതെ പോയ ചില ലിമിറ്റേഷൻസ് ആര് നികത്തി? നമ്മുടെ ബോർ നികത്തി. ശരിയല്ലേ. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏത് മോഡലാണ്? ബോർസ് മോഡലാണ് കേട്ടോ അല്ലേ. നമുക്കിപ്പോൾ 10th വരെ ബോർസ് മോഡൽ മതി. പിന്നെ കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ വേറൊരു മോഡൽ പഠിക്കും. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അത് നമുക്ക് അവിടെ നോക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് വേണ്ട മോഡൽ ഏതാണ്? ബോർസ് മോഡലാണ്. ശരിയാണല്ലോ. ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ഈ ബോർ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മോഡലിൽ പറഞ്ഞത്? ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആദ്യം പഠിച്ചത്? നമ്മുടെ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന വളരെ ചെറിയ പാർട്ടിക്കിൾ ആയിട്ടുള്ള ആറ്റം വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചു. ഇനി ആ ആറ്റത്തെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് ആദ്യമായിട്ട് പറഞ്ഞ ആരാണ്? ഡാൽട്ടൺ ആണ്. അതിന് മുന്നേ കാണാതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് സയന്റിഫിക് ആയിട്ട് ആദ്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ആരാണ്? ഒരു തിയറിയൊക്കെ പ്രപ്പോസ് ചെയ്ത പോലെ പറഞ്ഞെന്ന ആരാണ്? നമ്മുടെ ഡാൽട്ടൺ ആണ്. ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറിയിലൂടെ. അപ്പോൾ അതിൽ മെയിനായിട്ട് അദ്ദേഹം പറയുന്നത് ആറ്റം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ആണ്. പക്ഷെ പിന്നീട് എന്ത് തെളിഞ്ഞു? അല്ല, അത് ഇൻഡിവിസിബിൾ അല്ല, അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായി. എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്യുക? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്നുള്ളത് മനസ്സിലായി. അതിനുശേഷം എന്താണ്? ഈ ആറ്റം കണ്ടാൽ എങ്ങനെ ഇരിക്കില്ല, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് പിന്നെ നടന്നത്. അങ്ങനെ ഒരു 3 സ്ട്രക്ചർ നമ്മൾ പഠിച്ചു അല്ലേ. ഫസ്റ്റ് കൊണ്ടുവന്ന ആരാണ്? ജെ തോംസൺ. ആ ജെ തോംസന്റെ മോഡലിന്റെ പേരെന്താണ്? പ്ലം പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വാട്ടർമെലോൺ മോഡൽ എന്നുള്ളത് നമുക്ക് പറയാം അല്ലേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വന്നത് ആരാണ്? റൂദർഫോർഡ് ആണ് വന്നത്. റൂദർഫോർഡ് കൊണ്ടുവന്ന മോഡൽ എന്താണ്? ആരുമായിട്ടാണ് ഉപമിച്ചത്? സോളാർ സിസ്റ്റമായിട്ടാണ് ഉപമിച്ചത്. ശരിയാണല്ലോ. അതുകൊണ്ട് ആ മോഡലിന്റെ പേരെന്താണ്? ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്നാണ് വിളിക്കാം. ഇനി അത് കഴിഞ്ഞപ്പോൾ വന്ന ആളാരാണ്? നമ്മുടെ ബോർ ആണ്. അപ്പം നമ്മളിപ്പോൾ നോക്കുന്നത് ആ ബോറിന്റെ മോഡലാണ്. ബോർസ് മോഡൽ ഓഫ് ആറ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോണത്. ശരിയാണല്ലോ. ഇനി ഒരു ചെറിയ കാര്യങ്ങളോട് പറയാം. എന്താണ്? ഇപ്പം നമ്മൾ പഠിച്ചു ഈ പ്രോട്ടോൺ അല്ലേ, സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ടുള്ള പ്രോട്ടോൺ. ആരാ മക്കളെ കണ്ടുപിടിച്ചത്? ആരാ നമ്മുടെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത്?
പ്രോട്ടോണിൻ്റെ സാന്നിധ്യം കണ്ടുപിടിച്ചത് ഗോൾസ്റ്റീൻ ആണ്. ഗോൾസ്റ്റീനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 9th അല്ലേ. പക്ഷേ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? അത് നമ്മുടെ റൂദർഫോർഡ് ആണ് കേട്ടോ, തെറ്റിക്കരുത്. അതിൻ്റെ സാന്നിധ്യം കണ്ടുപിടിച്ചത് ഗോൾസ്റ്റീൻ തന്നെയാണ്. പക്ഷേ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ് പ്രോട്ടോൺസിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇലക്ട്രോൺസ് ആരാ കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് നമ്മുടെ സ്വന്തം ജെ തോംസൺ ആണ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് ആണല്ലോ. ഇനി ഈ ന്യൂട്രോൺസ് അല്ലേ, ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് ആണ് ന്യൂട്രോൺസ് ആരാ കണ്ടുപിടിച്ചത്? ന്യൂട്രോൺസ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആണ് ജെയിംസ് ചാഡ്വിക്. ആരാണ്? ജെയിംസ് ചാഡ്വിക്. ഇവരെ പേരും കൂടി ഒന്ന് ജസ്റ്റ് ഓർമ്മയിൽ വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ അടുത്തേക്ക് പോവാണ്. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ബോറിൻ്റെ ആറ്റം മോഡലിനെ കുറിച്ചിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് നോക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ബോറിൻ്റെ ആറ്റം മോഡൽ? മക്കളെ നമുക്കറിയാം, റൂദർഫോർഡിൻ്റെ മോഡൽ തന്നെയാണ് അല്ലേ. എന്താണ്? സെൻറ്ററിലൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഞാൻ അതാ ന്യൂക്ലിയസ് വരച്ചു. ഇനി അതിന് ചുറ്റും എന്തുണ്ടെന്ന് പറഞ്ഞു? അതിന് ചുറ്റും നിങ്ങൾക്ക് എന്താണ് കുറേ വളയങ്ങൾ ഇങ്ങനെ കാണാം അല്ലേ, റിങ്സ് പോലെ ഇങ്ങനെ കാണാം അല്ലേ. ഇതിനെന്താ പേരാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഇതിൻ്റെ പേരാണ് ഷെൽ അല്ലേ. ഷെൽസ് എന്ന് വിളിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ നമുക്ക് വിളിക്കാൻ പറ്റിയ മറ്റൊരു പേരാണ് ഓർബിറ്റ്സ് എന്ന് വിളിക്കും അല്ലേ. ഓർബിറ്റ്സ് എന്ന് വിളിക്കും. അതും അല്ലെങ്കിൽ വേറൊരു പേര് നമ്മുടെ ബോർഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായിരുന്നു അത്? അതാണ് ഊർജ്ജ നിലയങ്ങൾ, അഥവാ നമുക്ക് എന്ത് വിളിക്കാം? എനർജി ലെവൽസ്. എന്താ വിളിക്കാം? എനർജി ലെവൽസ് എന്ന് വിളിക്കാം. അപ്പോൾ 3 പേരുകളിൽ എന്തൊക്കെയാണ്? ഷെല്ല്, ഓർബിറ്റ്, അഥവാ നമുക്ക് എന്ത് വിളിക്കാം? എനർജി ലെവൽസ് എന്ന് വിളിക്കാം. ശരിയാണല്ലോ. ഇനി നമ്മൾ എന്താ പഠിച്ചത്? ഇനി നമ്മൾ പഠിച്ച കാര്യം എന്താണ്? ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾ എവിടെയാണ് ഈ ആറ്റത്തിൽ ഇരിക്കുന്നത് എന്നാണ് നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾ പഠിച്ച 3 സബ് അറ്റോമിക് പാർട്ടിക്കിളിൽ പ്രോട്ടോണിൻ്റെ പൊസിഷൻ എവിടെയാണ്? ന്യൂക്ലിയസിൻ്റെ അകത്ത്. ശരിയല്ലേ? ഇനി അതേപോലെ തന്നെ ന്യൂട്രോൺസ് എവിടെയാണ് ഇരിക്കുന്നത്? ന്യൂക്ലിയസിൻ്റെ അകത്താണ് ഇരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് അവർ നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുന്നത്. ശരിയാണോ? ഇനി അതിന് ചുറ്റും ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ആയിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആണോ? ശരിയാണോ? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇലക്ട്രോൺസ് ഇതിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആണോ അല്ലയോ? ശരിയാണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോൺസും ന്യൂട്രോൺസും സെൻറ്ററിലിരിക്കുകയാണ്. ഇലക്ട്രോൺസ് എവിടെയാണ്? ഇതിന് ചുറ്റും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിയും കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോർഡ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയായിരുന്നു? അദ്ദേഹം ഈ ഷെല്ലുകൾക്ക് ഒരു പേരിട്ടു. എന്തായിരുന്നു ഷെല്ലുകളുടെ പേര്? ഒന്നാമത്തെ ഷെല്ല് 1, 2, 3 അങ്ങനെ പേരിട്ടു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വിളിക്കാം? അല്ലെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് KLMN. അങ്ങനെ അല്ലേ, അങ്ങനെ പോവില്ലേ. അപ്പോൾ KLMN ഇതാണ് ആ ഷെൽസിൻ്റെ പേര് എന്ന് പറയുന്നത്. ഇനി ഈ ഷെല്ലുകൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? നമ്മൾ പറഞ്ഞു ഈ ഷെല്ലുകളെ നമ്മൾ എനർജി ലെവൽസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് അവരെ എനർജി ലെവൽസ് എന്ന് വിളിക്കുന്നത്? കാരണം ആ ഷെല്ലിന് എനർജി ഉണ്ട്, അതുകൊണ്ടാണ് അവരെ എനർജി ലെവൽ എന്ന് വിളിക്കുന്നത്. അതേ എനർജി തന്നെയായിരിക്കും ആർക്കുണ്ടാവുക? അതിൽ കറങ്ങുന്ന ഇലക്ട്രോൺസിന് ഉണ്ടാവുക കേട്ടോ. ഏത് ഷെല്ലിലാണോ ഇലക്ട്രോൺ ഇരിക്കുന്നത് അതേ എനർജിയാണ് ആ ഇലക്ട്രോൺസിന് ഉണ്ടാവുക. ഇനി ആ എനർജി ഒന്ന് മാറണം എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി മാറണം എന്നുണ്ടെങ്കിൽ എന്താ വഴിയുള്ളത്? ഇലക്ട്രോൺ ഒരു ഷെല്ലിൽ നിന്നും മറ്റൊരു ഷെല്ലിലേക്ക് ജമ്പ് ചെയ്യണം. ശരിയല്ലേ? ഒന്നില്ലെങ്കിൽ മേലേക്ക് ജമ്പ് ചെയ്യാം, അല്ലെങ്കിൽ മേലുള്ള ആൾക്ക് താഴേക്ക് ജമ്പ് ചെയ്യാം. ഇങ്ങനെ ഷെല്ലുകൾ തമ്മിൽ മാറി ജമ്പ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? എനർജി ഓഫ് ദ ഇലക്ട്രോണിൽ ചേഞ്ച് സംഭവിക്കുള്ളൂ. അല്ലാത്തടത്തോളം എന്താണ്? എനർജി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കെ ഷെല്ലിനൊരു എനർജി ഉണ്ട്, അത് കോൺസ്റ്റൻ്റ് ആണ്. എല്ലിനൊരു എനർജി ഉണ്ട്, അത് കോൺസ്റ്റൻ്റ് ആണ്. എമ്മിനൊരു എനർജി ഉണ്ട്, അത് സ്ഥിരമാണ്, അത് കോൺസ്റ്റൻ്റ് ആണ്, അതൊരിക്കലും മാറില്ല. അത് ഇലക്ട്രോണിൻ്റെ അപ്പോൾ അതിലൂടെ ചുറ്റുന്ന ഇലക്ട്രോണിൻ്റെ എനർജി എന്ത് തന്നെയായിരിക്കും? അത് തന്നെയായിരിക്കും. ഇലക്ട്രോണിൻ്റെ എനർജി കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മേലേക്ക് ജമ്പ് ചെയ്യണം അല്ലേ. എനർജി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മേലെ നിന്ന് താഴേക്ക് ജമ്പ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് എനർജി ലെവൽസ് എന്ന് പറയുന്നത്. ഇനി ഈ എനർജി എങ്ങനെ കടക്കുന്നതെന്ന് അറിയാം മക്കളെ. ഏത് ഷെല്ലിനായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക? ആദ്യത്തെ ഷെല്ലിന് ഏറ്റവും കുറവ് എനർജി ആയിരിക്കും. അതായത് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അടുത്ത് കിടക്കുന്ന ഷെല്ലുണ്ടല്ലോ, കെ ഷെല്ല്, അതിന് എനർജി ഏറ്റവും കുറവായിരിക്കും കേട്ടോ. ഇനി അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോകുന്തോറും എന്ത് സംഭവിക്കും? എനർജിക്ക് എന്ത് സംഭവിക്കും? എനർജി കൂടി വരിക ചെയ്യാം. എനർജി വിൽ ഇൻക്രീസ് അല്ലേ. നിങ്ങൾ ന്യൂക്ലിയസിനെ വിട്ട് പോകുന്തോറും എന്ത് സംഭവിക്കും? എനർജി അവിടെ ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആര് പറഞ്ഞു തന്നു? നമ്മുടെ ബോർഡ് പറഞ്ഞു തന്നു. ഓർമ്മയുണ്ടല്ലോ. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ ബോർഡ് പറഞ്ഞു തന്നു. എന്താണ്? ഞാനിപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് എഴുതിയത് നിങ്ങൾ കണ്ടു അല്ലേ. എത്രയെങ്കിലും ഇലക്ട്രോൺസ് ആണോ ഇട്ടത്? അങ്ങനെയല്ല. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഓരോ ഷെല്ലിൽ എനിക്ക് ഇലക്ട്രോൺസ് നിറയ്ക്കാൻ പറ്റില്ല. എങ്ങനെ നമ്മൾ ഇലക്ട്രോൺസ് നിറയ്ക്കുക? അതിനൊരു ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുണ്ടോ നിങ്ങൾ? ഇലക്ട്രോൺസ് ഫില്ലിങ്ങിൻ്റെ ഫോർമുല എന്തായിരുന്നു? ആ ഫോർമുല 2n². ഇതല്ലേ നമ്മുടെ ഫോർമുല. ഓരോ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും എന്നുള്ള ഫോർമുലയാണ് ഈ 2n². മാക്സിമം എത്ര ഇലക്ട്രോൺസ്
ഇലക്ട്രോൺസ് ഒരു ഷെല്ലിൽ ഫില്ല് ചെയ്യാം അല്ലേ? അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2n² എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ, ഓരോ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം എന്നുള്ളത്. മക്കളെ ഞാൻ ആദ്യം കെ ഷെല്ല് എടുക്കുകയാണേ. അപ്പോൾ കെ ഷെല്ല്, ഈ എൻ എന്താ ഇവിടുത്തെ എൻ എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണെന്നാണ് കാണിക്കുന്നത് അല്ലേ? ഫസ്റ്റ് 1 കൊടുത്താൽ ഫസ്റ്റ് ഷെല്ല്, 2 കൊടുത്താൽ രണ്ടാമത്തെ ഷെല്ല്, അങ്ങനെയാണ്. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ഷെല്ലല്ലേ, നമുക്ക് എങ്ങനെ കൊടുക്കാം? ആ എന്നിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2 × 1². മക്കളെ എത്രയാണ്? 1² 1 ആണ്, ഇൻറ്റു 2 എത്ര വരും? 2. അതായത് കെ ഷെല്ലിൽ മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോൺസ് എത്രയാണ്? 2 കൊള്ളുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകണം? നമ്മൾ അടുത്ത ഷെല്ലിലേക്ക് പോകണം അല്ലേ? അപ്പോൾ എൽ ഷെല്ല്, എൽ എങ്ങനെയാണ്? 2 × സെക്കൻഡ് ഷെല്ലായതുകൊണ്ട് 2². അപ്പോൾ മക്കളെ എത്ര വരും? 2² 4 ആണ്, 4 × 2 എത്ര വരും? 8 എന്ന് വരും അല്ലേ? ഇനി അടുത്തതാണ് കെ എൽ എം. എം എങ്ങനെയാണ് വരുന്നത്? 2 × 3² ആണ് അല്ലേ? 2 × 3². അപ്പോൾ മക്കളെ 3² എത്രയാണ്? 3² എന്ന് പറയുന്നത് 9 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 9 × 2 എന്ന് പറയുന്നത് എത്ര? 9 × 2 എന്ന് പറയുന്നത് 18 ആണ് അല്ലേ? 18 ആണ്, ശരിയാണല്ലോ. ഇനി അതേപോലെ തന്നെ എൻ ഉണ്ട് അല്ലേ? എൻ ഞാനിവിടെ എഴുതുന്നുണ്ട്. എൻ എങ്ങനെയാണ് വരിക? 2 × നാലാമത്തെ ഷെല്ലായതുകൊണ്ട് 4² കൊടുക്കാം അല്ലേ? നമുക്ക് 4². അപ്പോൾ 4² 16 ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇൻറ്റു 2 വരുമ്പോൾ എത്ര വരും? 32 എന്ന് വരും, ശരിയല്ലേ? നമ്മൾ ഓരോന്നിലുള്ളത് എത്ര മാക്സിമം എത്ര കൊള്ളുന്നുള്ളത് നമ്മൾ കണ്ടു. കെ ഈസ് ഈക്വൽ ടു 2 കൊള്ളുള്ളൂ. എല്ല് വന്നു കഴിഞ്ഞാൽ എത്ര വരും? 8, മാക്സിമം 8 കൊള്ളും. എം ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എത്ര കൊള്ളും? 18 കൊള്ളും. എൻ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എത്ര കൊള്ളും? 32 കൊള്ളും. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഏതൊരു ആറ്റത്തിലും ഇലക്ട്രോൺസിന് ഇങ്ങനെ നിറച്ച് പോവാം അല്ലേ? ആ നിറച്ച് പോകുന്നത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒന്ന് എഴുതാറുണ്ട് അല്ലേ? കോമിറ്റിട്ട് നമ്മൾ എഴുതാനത് ഓർക്കുണ്ടോ? ആ എഴുത്തിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? അതെന്താ സംഗതി എന്താണ്? അതാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം എല്ലാവർക്കും അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവർക്കും അറിയാമല്ലേ? നമ്മൾ ഈസി എന്നൊക്കെ ഷോർട്ടായിട്ട് എഴുതുന്ന സാധനമാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറ്റത്തിൽ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വീതം ഉണ്ട്, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുക. വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് പേരൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ഓരോന്നിൽ എത്ര ഇലക്ട്രോൺസ് വീതം മാക്സിമം നിറയ്ക്കാം എന്നുള്ളത് നോക്കണം. കെയിൽ 2, എല്ലിൽ എത്രയായിരുന്നു? എല്ലിൽ 8, എമ്മിൽ എത്രയായിരുന്നു മക്കളെ? എമ്മിൽ 18, പിന്നെ എന്നിൽ എത്രയായിരുന്നു? എന്നിൽ 32. ശരിയാണല്ലോ. ഇനി നമുക്ക് കുറച്ച് പേരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കിയാലോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യം കേട്ടോ. അപ്പോൾ എന്താണ്? നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളൊക്കെ അറിയാമെന്ന് വിചാരിക്കണോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ? ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ അല്ലേ? ഇതാ വരുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഇതല്ലേ നമ്മുടെ പീരിയോഡിക് ടേബിൾ. മക്കളെ ഈ പീരിയോഡിക് ടേബിൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ നിങ്ങളൊരു 30 എലമെൻറ്റ്സ് അതായത് സിങ്ക് വരെയുള്ള എലമെൻറ്റ് അല്ലേ? സിങ്ക് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അല്ലേ? 10th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മക്കൾ എന്ത് ചെയ്യണം? ഈ 30 എലമെൻറ്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. എൻ്റെ പേര് കൃത്യമായിട്ട് പേര് പറയണം, അറ്റോമിക് നമ്പർ പറയണം. അപ്പോൾ ഏത് പാതിരാത്രി ചോദിച്ചാലും എൻ്റെ അറ്റോമിക് നമ്പറും ആളാരാന്ന്, ഏതാ 14ാമത്തെ ആൾ എന്ന് ചോദിച്ചാൽ സിലിക്കൺ ആണെന്ന് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആ 30 എലമെൻറ്റ്സ് പച്ചവെള്ളം പോലെ പഠിച്ചു വയ്ക്കാം. ഇനി അതേപോലെ ഞാനൊരു കാര്യം പറയാം. ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. എവിടേക്കാണ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്കറിയാം ഫോസ്ഫറസ് എവിടെയാണ് കിടക്കുന്നത്? നൈട്രജൻ്റെ താഴെയാണ് കിടക്കുന്നത് അല്ലേ? ഓക്സിജൻ എവിടെയാണ്? ഈ ഒരു 16ാമത്തെ അല്ലേ? സൾഫർ എവിടെയാണ്? ഓക്സിജൻ്റെ താഴെയാണ് കേട്ടോ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇതൊക്കെ 17ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് എന്നുള്ള കാര്യം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. 1ാമത്തെ ഗ്രൂപ്പിൽ ഇതാണ്, ഈ ഭാഗത്ത് ആരൊക്കെയുണ്ട്, 2ാമത്തേൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ആ 30 എലമെൻറ്റ്സ് കൃത്യമായിട്ട് പഠിക്കുക വിത്ത് ദ അറ്റോമിക് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടെ പഠിക്കണം ആണല്ലോ. അപ്പോൾ നമുക്കൊന്ന് നിറച്ച് നോക്കിയാലോ. അപ്പോൾ ഏതായിരുന്നു നമ്മുടെ ആദ്യത്തെ എലമെൻറ്റ്? ഹൈഡ്രജൻ ആണ്. എല്ലാവർക്കും അറിയാം കേട്ടോ. അറ്റോമിക് നമ്പർ 1 ആണ്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. അപ്പോൾ അറ്റോമിക് നമ്പർ 1 എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 1 ഇലക്ട്രോൺ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? എന്താണ്? ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പറും അതിലുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണവും അതിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണവും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും ഇല്ലേ? ഈക്വൽ ആയിരിക്കുമല്ലോ. അറ്റോമിക് നമ്പറും പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും ഒരു ആറ്റത്തെ സംബന്ധിച്ച് എപ്പോഴും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും ഹൈഡ്രജനിൽ? ആകെ 1 ഇലക്ട്രോണേ ഉള്ളൂ ഹൈഡ്രജനിൽ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് നിറച്ച് തുടങ്ങിയാലോ. അപ്പോൾ കെയിൽ മാക്സിമം 2 കൊള്ളും. ഇവിടെ തൽക്കാലം 1 മതി, 1 ഉള്ളൂ. അപ്പോൾ 1 മതി. ഇനി നിങ്ങൾ ഹീലിയം എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക? ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ഓർമ്മയുണ്ടോ? 2 അല്ലേ? അപ്പോൾ എത്ര വരും? 2 മാക്സിമം ആയി, 2 ആയി. ഇനി അത് കഴിഞ്ഞാൽ ലിഥിയം വരും അല്ലേ? അപ്പോൾ ലിഥിയം ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ വരും? ലിഥിയം ആണെങ്കിൽ നമുക്ക് എന്ത് വരാം?
ഒന്നാമത്തെ കെ നിറഞ്ഞു അല്ലേ, കെ നിറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എടുക്കണം. അപ്പോൾ 3 എണ്ണം ഉണ്ട്, 2 എണ്ണം ഇവിടെ ഇട്ടു, മൂന്നാമത്തെ അടുത്തത് ഞാൻ ഇവിടെ ഇട്ടു. ഇങ്ങനെയെങ്കിൽ നിങ്ങൾ കാർബൺ എന്ന് പറഞ്ഞേ. കാർബൺ എത്രയാണ് അറ്റോമിക് നമ്പർ? 6 ആണ് അറ്റോമിക് നമ്പർ. എത്രയാണ്? ഒന്നാമത്തെ ഷെല്ലിൽ 2, അടുത്ത ഷെല്ലിൽ എത്ര വരും? ബാക്കി 6ന്ന് 2 പോയാൽ ബാക്കി 4 കൂടി ഉണ്ട് അല്ലേ, ആ 4 എവിടെ വരും? അടുത്ത ഇതിലേക്ക് നമുക്ക് ഇടാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആരെ എഴുതാം? മെഗ്നീഷ്യം എന്ന് എഴുതി നോക്കിയാലോ. മെഗ്നീഷ്യം എത്രയാണ്? മെഗ്നീഷ്യം 12 ആണ്. ശരിയാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ എത്ര കൊടുക്കാം? ഫസ്റ്റ് ഷെല്ലിൽ 2. നമ്മൾ നിറച്ച് പോവാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഓരോ ഷെല്ലിൽ നിറച്ച് പോവാ ചെയ്യുന്ന ഇലക്ട്രോൺസ്. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ മാക്സിമം 2 ഞാൻ ഇട്ട് കൊടുത്തു. ഇനി 10 എണ്ണം കൂടെ ബാക്കിയുണ്ട് അല്ലേ. ആ 10 എണ്ണത്തിൽ എന്താണ്? ബാക്കിയുള്ള 8 എണ്ണം എവിടെ കയറും? രണ്ടാമത്തേൽ കയറും. ഇനി ഇതൊന്നും നിങ്ങൾ എണ്ണി നോക്കിയേ. 8ഉം 2ഉം 10, 12ൽ 10 എണ്ണം നിറച്ചു. ഇനി ബാക്കി 2 എണ്ണം ഇല്ലേ, അതെവിടെ പോകും? അത് എം ഷെല്ലിലേക്ക് പോകും. എം ഷെല്ല്. അപ്പോൾ 282 ഇതല്ലേ മെഗ്നീഷ്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സോഡിയം ഒന്ന് ജസ്റ്റ് എഴുതി നോക്കിയാലോ. സോഡിയം എങ്ങനെയാണ് വരിക? സോഡിയം 11 മറന്നു പോകരുത്. അപ്പോൾ 2, 8, 1 എന്ന് വരും. ശരിയാണോ? ഇനി അങ്ങനെയെങ്കിൽ മക്കളൊന്ന് പൊട്ടാസ്യത്തിൻ്റെ പറഞ്ഞേ. പൊട്ടാസ്യം എത്രയാണ് വരുന്നത്? 2, 8, 9. ശരിയല്ലേ? 8, 9, 10. 10 + 9 എത്രയാണ്? 19 അല്ലേ. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ എഴുതി വെക്കും അല്ലേ. പക്ഷെ ഇങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? ഇങ്ങനെയല്ല. ഇത് ശരിയാണോ? ഇത് ശരിയല്ല. നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് പൊട്ടാസ്യത്തിൻ്റെ? 2, 8, 8, 1. ശരിയാണോ? ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാൻ പഠിച്ചത്? അപ്പോഴേ നമുക്കൊരു ഡൗട്ട് തോന്നിയല്ലേ, എന്തായിരിക്കും പൊട്ടാസ്യത്തിന് മാത്രം അല്ലേ? ആ ഒരു ആർഗണൊക്കെ കഴിഞ്ഞ് വരുന്ന പൊട്ടാസ്യം തൊട്ട് ഉള്ള കോൺഫിഗറേഷനൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ കാൽഷ്യം കൂടെ ഒന്ന് എഴുതി നോക്കിയാലോ. 20ാമത്തെ എലമെൻ്റ് ആണ് കാൽഷ്യം. പൊട്ടാസ്യം 19 ആണ്. കാൽഷ്യം എത്രയാണ്? 20ാമത്തെ എലമെൻ്റ് ആണ് കാൽഷ്യം എന്ന് പറയുന്നത്. നമുക്ക് കാൽഷ്യം ഇതേപോലെ ഒന്ന് എഴുതി നോക്കിയാലോ. നമ്മൾ നോർമലി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 2, 8, 8. പിന്നെന്താ വരിക? 2, 8, 8 അല്ലേ. 2, 8, 8, 2. ഇതാണ് ആരുടെ കോൺഫിഗറേഷൻ? നമ്മൾ കാൽഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ ആയിട്ട് പഠിച്ചത് എങ്ങനെയാണ്? 2, 8, 8, 2. പക്ഷേ നമ്മളാണെങ്കിൽ ഇത് എങ്ങനെ എഴുതും? ഇതിപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതണം. നമ്മളാണെങ്കിൽ ഇത് എങ്ങനെ എഴുതും? നമുക്കറിയാം അല്ലേ. ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം കൊള്ളും, രണ്ടാമത്തെ ഷെല്ലിൽ എത്ര എണ്ണം കൊള്ളും? രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം കൊള്ളും. ഇപ്പം എത്രയായി? 8ഉം 2ഉം 10. 10 എണ്ണമായല്ലോ. ഇനി 20 ആവാൻ ഒരു 10ഉം കൂടെ വേണം അല്ലേ. നമ്മൾ എന്തായാലും അത് മൂന്നാമത്തെ ഷെല്ലിലിടും. ഇങ്ങനെയല്ലേ എഴുതാറുള്ളൂ. കാരണം എന്താ? നമുക്കറിയാം എമ്മിൽ മാക്സിമം 18 എണ്ണം കൊള്ളും. ഇവിടെ 10 എണ്ണല്ലേ ആയുള്ളൂ. എന്താ പ്രശ്നം? പക്ഷെ ഇതാണോ ശരിയായിട്ടുള്ളത്? അല്ല, ഇത് തെറ്റായിട്ടുള്ള സാധനമാണ്. ഇങ്ങനെ ഒരിക്കലും എഴുതരുത്. എന്താ കാൽഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ? 2, 8, 8, 2 ആണ് കാൽഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ. അപ്പോഴും നമുക്ക് ഡൗട്ട് വന്നു അല്ലേ, എന്തുകൊണ്ടായിരിക്കാം ഈ കോൺഫിഗറേഷൻ ഇങ്ങനെ വരുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ അപ്പോൾ ടീച്ചർ പറഞ്ഞെന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ചിലർക്ക് അതിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല അല്ലേ. വരുന്ന ക്ലാസ്സിൽ പഠിക്കും അല്ലെങ്കിൽ 10ൽ പഠിക്കും എന്നുള്ള രീതിക്കായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതെ, അപ്പോൾ നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ ഇതിനുള്ള റീസൺ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ശരിയാണോ? ഇപ്പോൾ നോക്കിയേ, നമ്മൾ എവിടെ നിന്ന് വന്നു? നമ്മൾ 9th കാര്യങ്ങളായിട്ടാണ് വന്നത്. ശരിയാണോ? ഞാൻ പറഞ്ഞില്ലേ അത് ബേസ് ആണെന്നുള്ളത്. അവിടെ നിന്ന് വന്നു, എന്നിട്ടാണ് നമ്മൾ ഇനി എങ്ങോട്ട് കയറുന്നത്? 10ലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മനസ്സിലായോ? ആദ്യം ഒരു ബേസ് വേണം. ആ ബേസ് കഴിഞ്ഞിട്ട് പിന്നെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ധാരണ വരുള്ളൂ. അല്ലാതെ അവിടെ കുറേ പഠിച്ചു ഇവിടെ കുറേ പഠിച്ചു ഒരു ബന്ധമില്ലാതെ പഠിക്കുക, അപ്പോൾ അത് ഒത്തിരി സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് പഠിച്ചിട്ട് എന്നിട്ട് എൻ്റെ അടുത്ത വീഡിയോ കാണാൻ വരാം കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മക്കൾക്ക് ഇതുവരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ അറിയണം. പിന്നെ അതേപോലെ തന്നെ പീരിയോഡിക് ടേബിളിൽ ഞാൻ എന്താ പറഞ്ഞത്? 30 എലമെൻറ്റ്സ് പച്ചവെള്ളം പോലെ പഠിച്ചു വയ്ക്കാം കേട്ടല്ലോ. എളുപ്പമാണ്. 1-2 തവണ വായിച്ച് വിട്ട് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. വിത്ത് അറ്റോമിക് നമ്പർ അല്ലേ. അറ്റോമിക് നമ്പർ തെറ്റരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക്